നോമ്പ് ചിന്തകൾ രണ്ടാം ബുധൻ. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈ ലോകത്തിൻ്റെ സമൃദ്ധിയിൽ സുരക്ഷിതത്വം കണ്ടെത്താതെ ദൈവകൃപയുടെ സമൃദ്ധി കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകത ഈശോ ഓർമ്മിപ്പിക്കുന്നു. പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കാൻ സഹോദരനോട് ആവശ്യപ്പെടാൻ ഈശോയോട് പറയുന്ന മനുഷ്യനോട് എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്ന് ജാഗ്രതയോടെ ജീവിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഭോഷനായ ധനികൻ്റെ കഥ പറയുന്നത്. ദീർഘകാലത്തേക്കുള്ള സമ്പത്തെല്ലാം കരുതി വെച്ച് സുഖമായി ജീവിക്കാമെന്ന് കരുതുന്ന മനുഷ്യനോട് ഈശോ ചോദിക്കുന്നു, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതാകും? ആത്മാവിൻ്റെ ആനന്ദം ദൈവമാണ്. ഭൗതിക സമ്പത്ത് താൽക്കാലികമാണ്, അവ നമ്മെ വിട്ടുപോകും. ഇത് മനസ്സിലാക്കാത്ത വ്യക്തിയെ ഭോഷൻ എന്നാണ് ഈശോ വിളിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ സുഹൃതങ്ങൾ നേടിയെടുക്കുകയും പുണ്യം വിളയിക്കുകയും ചെയ്യേണ്ട നാളുകളാണ് നോമ്പുകാലം. അതുകൊണ്ട് നമുക്കും ഭോഷരാകാതെ സുഹൃതസമ്പന്നമായ ഒരു വിശ്വാസ ജീവിതം വഴി ആത്മാവിനെ സമ്പന്നമാക്കി യഥാർത്ഥ ധനികരായി മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.